കൊച്ചി സിനിപോളി സ്ക്രീൻ ടു ഐമാക്സിൽ ഇൻട്രസ്റ്റെല്ലാർ റീ റിലീസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇന്നലെ ആയിരുന്നു ഷോ. ഞാൻ ടിക്കറ്റ് എടുത്ത് ഭാഗത്തോട്ട് കയറി. 4K പ്രൊജക്ഷൻ വരുന്ന ഐമാക്സ് XD വിത്ത് ലേസർ സിസ്റ്റവും 6 ചാനൽ ഓഡിയോ സപ്പോർട്ട് വരുന്ന സിസ്റ്റവും ഉള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇത്. ആൻഡ് ബാക്കി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോ. There. Should be right here. There's signals coming. സിനിമ കഴിഞ്ഞ ആൾക്കാരെല്ലാവരും ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ചേട്ടൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇനി ഇത്ര ഒരു ബ്യൂട്ടി ഇതിനുള്ളിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഒരു ആംബിയൻസാണ് ഇവിടെ മൊത്തം കാണാനായിട്ട്. ലെറ്റ്സ് ഗോ ഫോർ ദ ഒപ്പീനിയൻ ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി 11:30 ഷോയ്ക്ക് സിനിപോളിസ് ഐമാക്സിൽ ഇൻട്രസ്റ്റെല്ലാർ മൂവി റീ റിലീസ് ചെയ്തത് കണ്ടിരിക്കുകയാണ് ബൈ ദ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റഫർ നോളൻ. ഞാൻ വളരെ ചുരുക്കം കയ്യിലുണ്ടാകും ഇതൊക്കെ 3-4 പടം അത്ര കണ്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഡാർക്ക് നൈറ്റ് ട്രിലോജി, ഓപ്പൻഹൈമർ, ഈ പടം ഇത്ര പടങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ ക്രിസ്റ്റഫർ നോളൻ്റെ. ടെനറ്റോ, ഇൻസെപ്ഷനോ അതൊന്നും ഞാൻ കാണാൻ പറ്റില്ല. ഭാവിയിൽ റീ റിലീസ് വരികയാണെങ്കിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഇൻട്രസ്റ്റെല്ലാർ. തിയേറ്ററിലല്ല, അല്ലാതെ TV യിൽ കണ്ടിട്ടുള്ള സിനിമയാണിത്. വാട്ട് ആൻ അമേസിങ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഗൈസ്. കിട്ടില്ല. ഞാനൊരുമാതിരി വണ്ടർ അടിച്ച് വായി തുറന്നാണ് കുറേ ഫ്രെയിമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ദിസ് ഇസ് എ സ്കോപ്പ് റേഷ്യോ മൂവി. ബട്ട് കുറേ പോയിന്റ്സിൽ, മിക്ക പോയിന്റ്സിലും നമുക്ക് സ്ക്രീനിൽ ഫ്ലാറ്റ് ആവും, സ്കോപ്പ് ആവും, ഫ്ലാറ്റ് ആവും, സ്കോപ്പ് ആവും. സെക്കൻഡ് ഹാഫിലേക്ക് കുറേ സീൻസ് വരുമ്പോഴത്തേക്കും അത് ഫുള്ള് ഫ്ലാറ്റ് സ്ക്രീനിലായിരിക്കും വരുന്നത്. ഐമാക്സിൻ്റെ ക്വാളിറ്റിയിൽ, ആ ഒരു ഐമാക്സ് ലേസറിൻ്റെ പ്രൊജക്ഷൻ ക്വാളിറ്റിയിൽ ഈ സിനിമേൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അഫ്കോഴ്സ് ദിസ് മൂവി ഈസ് ഐമാക്സ് ഒപ്റ്റിമൈസ്ഡ്. ഐമാക്സിന് വേണ്ടി DMR ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. കിട്ടില്ല, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ, ഒരു ഇൻട്രസ്റ്റെല്ലാർ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടത്തിന് തീർച്ചയായിട്ടും ഐമാക്സിന് ടിക്കറ്റ് എടുത്ത് കാണാം. കുറേ പേർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും, കുറേ പേർക്കൊക്കെ അത് അഫോർഡബിൾ ആയിരിക്കില്ല. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ 350 രൂപയും കൺവീനിയൻസ് ചാർജും കൂടി ചേർത്ത് 404 പോയിന്റ് സംതിങ് എത്ര രൂപയ്ക്കാണ് ഞാൻ ഒരു ടിക്കറ്റ് കൊച്ചി ഐമാക്സിൽ എടുത്തത്. പക്ഷേ അവന്മാരുടെ നല്ല മനസ്സ് കാരണം അവന്മാരിപ്പോൾ 650 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവസാനം ബുക്ക് ചെയ്തവരൊക്കെ, എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ അവസാനം 650 രൂപയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത് ഭയങ്കര അടിയായിപ്പോയി അവർക്ക്. തുടങ്ങിയത് പോലും അവർ അറിഞ്ഞിട്ടുണ്ടായില്ല. നമ്മൾ പിന്നെ നമുക്ക് FRK ഉള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര അപ് ടു ഡേറ്റ് ആയിരിക്കും. പുള്ളി കൈയും കാലൊക്കെ പിടിച്ചാണ് ഐമാക്സിനെ കൊണ്ട് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് എനിക്ക് കാണാൻ പറ്റി എന്ന് പറയുകയാണ് ശരി. ഞാൻ ഏറെക്കുറെ ഒരു സെൻട്രൽ സീറ്റിൽ തന്നെ എന്ന് വെച്ചാൽ കുറച്ച് മുകളിലായിട്ട് സെൻട്രൽ സീറ്റ്. ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ പോയ ഒരു ഓഡിറ്റോറിയത്തിൽ H റോയിലെ 10 to 13 സീറ്റ്സിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതാണ് ബെറ്റർ. നമുക്കൊരു ക്ലിയർ സാധനം കിട്ടും, കറക്റ്റ് സെൻറ്റർ കിട്ടും, സെൻറ്റർ ഓഫ് ദി സ്റ്റേഡിയം വ്യൂ നമുക്ക് കിട്ടും. ബട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും രാവിലത്തെ ഷോ ഒക്കെ ഫുൾ ഹൗസ്ഫുള്ളായി. വന്നപ്പോൾ തന്നെ എല്ലാം വിറ്റ് പോയി. പിന്നെ രാത്രിത്തെ ഷോ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ മുകളിലത്തെ ഈ സീറ്റ് കിട്ടിയത്, ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ സിനിപോളിസ് ഐമാക്സിലെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. PXL അല്ലെങ്കിൽ PVR ട്രിവാൻഡ്രം ഐമാക്സിലുള്ളത് പോലത്തെ ആ ടൈപ്പ് ഓഫ് സീറ്റിംഗ് അല്ല, വേറൊരു തരത്തിലുള്ള സീറ്റിംഗ് ആണ്. ബട്ട് നമ്മൾ സീറ്റ് സുഖിച്ചിരുന്ന് ഉറങ്ങാനല്ലല്ലോ പോകുന്നത്. റെക്ലൈനേഴ്സ് ഒന്നുമില്ല ഇവിടെ. നമ്മൾ സീറ്റിൽ സുഖിച്ചിരുന്ന് ഉറങ്ങാനല്ല പോണേ. വി ആർ ഗോയിങ് ഫോർ ദ മൂവി. അപ്പോൾ നമുക്ക് ഏതൊരു കൈൻഡ് ഓഫ് സീറ്റ്സ് ആണെങ്കിലും, പലയിടത്ത് പോലും ഐമാക്സ് തിയേറ്റേഴ്സിൽ പൊട്ടിപ്പൊളിഞ്ഞ സീറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, PVRൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കിടിലൻ സീറ്റാണ് ഏറെക്കുറെ. പക്ഷേ ആ ഒരു ചിലർക്കൊക്കെ കുറച്ച് പ്രശ്നം തോന്നാം. എനിക്ക് ആദ്യം ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴത്തേക്ക് ഈ സീറ്റിൻ്റെ കാര്യമൊന്നും നമ്മൾ നോക്കത്തില്ല.
പിന്നെ മറ്റേ മ്യൂസിക് സൗണ്ട് എഫക്റ്റ്. ഇതൊരു 6 ചാനൽ ഓഡിയോ ഐമാക്സ് ആണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. അവിടെ ആ പടം കിട്ടില്ലായിരുന്നു. കുറേയൊക്കെ നമ്മളിങ്ങനെ എന്താ നമ്മുടെ നെഞ്ചത്തൊട്ട് വന്നടിക്കുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റഫർ നോളന്റെ സിനിമയുണ്ട് തന്നെ കുറേ സ്ഥലത്തൊക്കെ നമുക്ക് എന്താ ഭയങ്കര മ്യൂസിക്കും ഒന്നുമില്ലാതെ ഭയങ്കര മ്യൂട്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ആ മ്യൂട്ട് ആവുന്ന ആ ഒരു മൊമെന്റ് നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യും. ഈ സിനിമയിലെ ഒരു പോർഷൻ ഉണ്ട്, ഈ മ്യൂസിക് വന്നിട്ട് മ്യൂസിക്കും എല്ലാം കൂടി ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ മ്യൂട്ടായി പോകുന്ന ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ശരിക്കും കിട്ടിയടേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നോക്കണം, അടുത്തൊരു 3-4 ദിവസത്തേക്കുള്ള ഷോസ് കംപ്ലീറ്റ് സോൾഡ് ഔട്ടാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, കുറച്ചാൾ ഈ സിനിമ കാണും ഐമാക്സിൽ, ഉറപ്പാണ്. അടുത്ത നല്ലൊരു ഐമാക്സ് പടം വരണ വരെ ഈ സിനിമ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. PXL അവന്മാർ ഷോ ഇട്ടില്ല. എനിക്ക് തോന്നുന്നു ഐമാക്സ് ഉള്ളപ്പോൾ PXL ആരും വരില്ലെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. ടിക്കറ്റ് കിട്ടാത്തവർ അവിടെ വരൂടെ, നിങ്ങളുടെ ഫ്ലാറ്റ് സ്ക്രീൻ തന്നെയാണ്. ഐമാക്സിൻ്റെ അത്ര ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു 4K ലേസർ PXL ഒരു പിക്ചർ എക്സ്ട്രാ ലാർജ് സ്ക്രീൻ അറ്റ്മോസ് ആയിട്ടോ ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് നിങ്ങൾക്ക്. ഒട്ടും കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ തെണ്ടിത്തര കാരണമാണ് എല്ലാവരും വള്ളു വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ പറയണോ, അല്ല പിന്നെ എന്ത് പറയാനേ. അപ്പോൾ പടം കിഡിലോസ്കി എക്സ്പീരിയൻസ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. സിനിമ എന്താണ്, പടത്തിൻ്റെ ഓരോരോ ഡൈമെൻഷൻസ് എന്താണ്, എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പടം ഇൻട്രസ്റ്റെല്ലാർ ഐമാക്സ് എക്സ്പീരിയൻസ് കിഡില്ല. ഇതിപ്പോൾ അത് പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഐമാക്സ് തിയേറ്ററിൽ കണ്ട വരുവാണെങ്കിൽ ഗോ ഫോർ എനി അതർ തിയേറ്റേഴ്സ് ലൈക്ക് വനിതയിലൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നാണ് ഞാൻ കേട്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എങ്ങനെ വെച്ചാൽ ട്രിവാൻഡ്രത്തുള്ള ഒരു ട്രിവാൻഡ്രം ഐമാക്സിലാണ്. ട്രിവാൻഡ്രം 2K ഡ്യുവൽ പ്രൊജക്ഷൻ ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ഈ പടം കിഡിലായിട്ട് എക്സ്പീരിയൻസ് കിട്ടും, ഉറപ്പാണ്. എങ്ങനെ പോയാലും കിട്ടുമോടെ. ആരും ഒട്ടും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ കുറേ സീൻസ് വായുമ്പോഴൊന്നും ഇങ്ങനെ ഇരിക്കണായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ സീൻസും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആഹ്ലാദത്തോടെ ഇങ്ങനെ നോക്കി ഇരുന്ന് കണ്ടാണ്. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് പടത്തിൻ്റെ കാര്യം അറിയാം, പടത്തിൻ്റെ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വർക്കാവുന്നതാണ്. പടം കഴിഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചോടിച്ചിരിക്കുകയായിരുന്നു മൊത്തത്തിൽ. ആൻഡ് താങ്ക്സ് ടു ബ്രോ FRK അണ്ണൻ. പുള്ളി എടാ ഇൻട്രസ്റ്റ് വരും, നീ പോയി ടിക്കറ്റ് എടുക്ക്, നീ കണ്ടുനോക്ക്, ഇന്ന സീറ്റിൽ നിന്ന് എടുക്ക്. പുള്ളി ഭയങ്കര ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ പുള്ളി പോയപ്പോഴത്തേക്കും പുള്ളിയുടെ വീഡിയോസ് കണ്ട് പല പയ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ നല്ല വൈകിട്ട് പിന്നെ നാരായണി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ മച്ചാനും ഉണ്ടായിരുന്നു. മച്ചാൻ പറഞ്ഞാണ് കിട്ടില്ല എക്സ്പീരിയൻസ്. പുള്ളി ഇനി കുറേ ഐമാക്സിലൊക്കെ പോയി കാണാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. കോയമ്പത്തൂർ ഐമാക്സിൽ പോയി കാണുമെന്നാണ് പറഞ്ഞത് മച്ചാൻ. വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബൈ.